പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് ആർക്കെങ്കിലും എന്നേലും അറിയാവോ? നമ്മളെ ഒത്തിരി കാലമായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലപ്പേരാ, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇടുക്കി ജില്ല താമസിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല? ഇല്ല, അങ്ങോട്ട് പോകണ്ട. ഇല്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. അതെല്ലേ, നമ്മള് രാജകുമാരിക്ക് പോവുക. രാജകുമാരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. രാജാക്കാട് രാജകുമാരി. രാജാവിന്റെ കുമാരിമാര് വല്ലതും ഉണ്ടായിരുന്നോ അവിടെ? അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥലപ്പേര്. അങ്ങനെ രാജകുമാരി എന്നാണ്. ഞാൻ ഇവിടെ ഇടുക്കി ജില്ലയിലായിരുന്നെങ്കിലും ഈ രാജാക്കാടും രാജകുമാരിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇടുക്കി ജില്ലയുടെ 2 പഞ്ചായത്ത് ഇതുവരെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാജകുമാരി വരെ പോയി നോക്കാം. നമ്മളെ ഒരു പുതിയ ഡ്രയർ, ഏലം സ്റ്റോർ, ഏലം ഉണങ്ങുന്ന ഒരു ഡ്രയർ ഒരു കമ്പനിയുടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഡ്രയർ ഈ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജോസിയേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ കമ്പനിയുടെ ആള് പറഞ്ഞു അവിടെ നിന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ആ സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്ക്, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പോയി കണ്ടിട്ട് എടുക്കാന്ന് പറഞ്ഞു. രാജകുമാരിക്ക് ഒന്ന് പോയിട്ട് വരാം. കുഞ്ഞി, രാജകുമാരിക്ക് പോണോ? രാജകുമാരിയെ കാണണോ? കണ്ടേക്കാം അല്ലേ? നല്ല കുമാരിയാണോ നോക്കല്ലേ? നമുക്ക് രാജകുമാരിക്ക് പോകാം. വന്ന് നമ്മൾ തൂക്കുപാലം ടൗണിലോട്ട് ചെല്ലുകയാണ്. തൂക്കുപാലത്തിന് ഇനി നെടുങ്കണ്ടം ചെന്ന് വേണം നമുക്ക് രാജകുമാരി പോകാനായിട്ട്. ഇവിടുന്ന് കുറെ ദൂരമുണ്ട്, 1 മണിക്കൂർ യാത്ര ഉണ്ടെന്നാ തോന്നുന്നു കേട്ടോ. പിന്നെ കുറെ ദൂരമുണ്ട്. നമ്മൾ തൂക്കുപാലം കഴിഞ്ഞ് നെടുങ്കണ്ടം ടൗണ് വന്നു കേട്ടോ. ഈ നെടുങ്കണ്ടം ടൗണ് നമ്മൾ ഷോർട്ട് കട്ട് കയറിയാ വന്നത്, കാന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇപ്പം നേരെ നമ്മൾ ടൗണിൽ വന്ന് കയറി. നെടുങ്കണ്ടം ടൗൺ വലിയ ടൗണാ അല്ലേ? നെടുങ്കണ്ടം നല്ല ടൗണാണ്. നെടുങ്കണ്ടം ടൗണിൽ വലിയ പ്രത്യേകതയുണ്ട്. ടൗണിലല്ല, നെടുങ്കണ്ടത്തിന് എന്താണെന്നറിയോ? അതായിരിക്കും കുറച്ച് മഹത് വ്യക്തികൾ ജനിച്ച സ്ഥലമാണ് നെടുങ്കണ്ടം. ഞാനുണ്ടായ ആശുപത്രി അങ്ങനെയല്ലേ? അത് കൊള്ളാം. ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അതെ, ഇവിടെയൊക്കെ ഈ ഇടുക്കി ജില്ലയുടെ ഒരു വികസനത്തിന്റെ ഭാഗമാണ് നെടുങ്കണ്ടവും കട്ടപ്പനയൊക്കെ. അതൊക്കെ സ്പൈസസിന്റെ ഏറ്റവും വലിയ, നെടുങ്കണ്ടമൊക്കെ ഏലത്തിന്റെ മെയിൻ ഏരിയകളിലൊന്നാണ്. അതുകൊണ്ട് ടൗൺ ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുമല്ലേ? അതെ, ഇപ്പൊ ഒത്തിരി സ്ഥാപനങ്ങളായി. നേരത്തെ പോലെ പിന്നെ കാലാവസ്ഥ പഴയതിനേക്കാളും ഒക്കെ തണുപ്പൊക്കെ കുറഞ്ഞു ഇങ്ങോട്ട്. മൊത്തത്തിൽ ചൂടല്ലേ? ചൂടാ. ഇത് വലിയ ടൗൺ ആണല്ലോ. നെടുങ്കണ്ടം ടൗൺ വലിയ ടൗണാ. ഇഷ്ടംപോലെ ആൾക്കാരും. 1.5 കിലോമീറ്റർ നീളമുണ്ടെന്ന്. അതെ, അങ്ങേറ്റം പോലെ നോക്കിയാലേ. നമ്മള് പകുതി കാൽഭാഗമായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് വന്ന് കയറിയത്. അതെ, ഷോർട്ട് കട്ട് കയറി വന്നു. ഇല്ല, പിന്നെ കല്ലാറ് മുതൽ ഇങ്ങ് കിടക്കുമല്ലേ. കല്ലാറ് മുതൽ നെടുങ്കണ്ടം അങ്ങേറ്റം ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം വരെ ഉണ്ട്. ഇത് നേരെ മൂന്നാർ റൂട്ടാ. നമുക്കൊന്ന് മൂന്നാറിന് പോവാം. ഇവിടെ ഇപ്പൊ ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട്. ശനിയാഴ്ച എന്നുള്ള കാര്യം മറന്നുപോയി. ഈ വലത്തെ സൈഡിലാണ് കേട്ടോ. വലത്തെ സൈഡിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ്. തൂക്കുപാലം പോലെ തന്നെ വണ്ടി വന്ന് കയറി പോവുള്ളെന്ന് തോന്നല്ലേ? അല്ല, സ്റ്റാൻഡില് ബസ് കിടപ്പുണ്ട്. ആണോ? ഏതാണ്ട് ഇവിടെ നിന്ന് ഇനി കുറെ ദൂരം കൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നെടുങ്കണ്ടം ടൗൺ അങ്ങ് അവസാനിക്കും. ടൗൺ അവസാനിച്ച് നല്ലൊരു മല കാണുന്നുണ്ടല്ലോ. ഇവിടെ മുഴുവൻ മലയാ, മൊത്തം ഹിൽ ഏരിയകളാണ്. ഇവിടെ ഈ വലത്തെ സൈഡിലൊക്കെ ഒരു കടയുണ്ട്. ഇവിടെ നേരത്തെ മുതലേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുരുമുളകും കൊണ്ട് കൊടുത്തോണ്ടിരുന്നത് ഇവിടെ. പ്ലാന്റേഴ്സ് പോയിന്റ്. ഈ നെടുങ്കണ്ടം ടൗൺ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മൂന്നാർ പോകുന്ന റൂട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. എല്ലാം എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? 2 സൈഡും എസ്റ്റേറ്റുകളാണ്. അങ്ങോട്ട് നമ്മൾ ഉടുമ്പൻചോലയൊക്കെ ചെല്ലിയല്ലേ, ഉടുമ്പൻചോല ആ ഭാഗങ്ങളെല്ലാം. അതെ, ഒരാളിവിടെ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി കേട്ടോ. ആര്? കുഞ്ഞിയോ? കുഞ്ഞി ഉറക്കമാണോ? ഉറക്കമാ. ഇവിടുന്ന് ലെഫ്റ്റ് ഒരു വഴി ഉണ്ടായിരുന്നു, അത് അടിമാലിയൊക്കെ പോകുന്ന വഴിയാ. അതിലേ പോവായിരുന്നു. ആണോ? അതിലാണ് അടിമാലി പോകുന്നത് ബസ്സൊക്കെ പോകുന്നത്? അതിലെ അടിമാലിക്ക് പോവാം. വേറെ വഴിയുണ്ട്. ഇതിപ്പോ ഈ ഭാഗമൊക്കെ നല്ല രസമാണ്. ഇവിടെ ഒരു വലത്തെ സൈഡ് ഉണ്ട്, ഇവിടെ ഒരു പള്ളി ഒക്കെ ഉണ്ട്. ഇതാണോ ചെമ്പരത്തി വേലി?
എന്തേറെ ഏരിയയിലാന്ന് നോക്കിയ ചെമ്പരത്തി രണ്ട് വേലി. സൈഡും ചെമ്പരത്തി വേലിയല്ലേ. മരവാനേ തോന്നുള്ളല്ലോ മേളില്. എന്നാ വലിയ മരങ്ങളാന്ന് കണ്ടത് ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എസ്റ്റേറ്റില്. ഇവിടെ കൂടുതലും ഈ കുത്തകപ്പാട്ടമാണ് ഈ ഏരിയകളിൽ മൊത്തം. ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ കുത്തകപ്പാട്ട സ്ഥലങ്ങളാണ് മൊത്തം കിടക്കുന്നത്. ഈ ഭാഗം എല്ലാം അതാ അങ്ങനെ. ഇതുപോലെ നിക്കുന്നത് വലിയ വനമായിട്ട്. അത് വനമല്ല അതിനകത്ത് അല്ല ഏലമാ. ഏലമാണ് എന്നാലും മൊത്തം. എന്നാ വലിയ മരങ്ങളാന്ന് ആ കണ്ടു. എസ്റ്റേറ്റുകളുടെ ഏലത്തിനകത്ത് എല്ലാം വലിയ വലിയ മരങ്ങളാ വർഷങ്ങളായിട്ട് ഇങ്ങനെ. ഇവിടെ നമ്മൾ ഇന്നാള് വന്ന് ഒരു 50 ഏക്കർ സ്ഥലം ഒരാൾക്ക് വേണ്ടിയിട്ട് നോക്കിയായിരുന്നേ. ആ, അപ്പൊ ആ നോക്കിയ സ്ഥലത്തിനകത്ത് പട്ടയം ഉള്ളത് 2 ഏക്കറോ 3 ഏക്കറോ അങ്ങോട്ട് പട്ടയത്തിലുള്ളൂ. ഉം, ബാക്കിയെല്ലാം കുത്തകപ്പാട്ടമാണ്. ആ, ആ. ഈ ഭാഗം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടുമ്പൻചോല ചെല്ലുന്നതിന് ഇപ്പറയൊക്കെ ഉണ്ട്. ആ, എല്ലാം നല്ല ആദായമുള്ള സ്ഥലങ്ങളാണ് കിടക്കുന്നത്. വെള്ള സൗകര്യവും ആ, ആ. വഴിയും കുറെ ഇതെല്ലാം ഏരിയ ഒക്കെ നല്ല നിരപ്പ് സ്ഥലങ്ങളും ഉണ്ട്. ഇതെല്ലാം അന്നേരം ഗവൺമെന്റിന്റെ സ്ഥലം വെറുതെ കിടന്നത് അവര് ഇങ്ങനെ ഏലം വെക്കാനായിട്ട് കൊടുത്തതാണോ? ഇത് വർഷങ്ങളായിട്ട് കുത്തകപ്പാട്ടമായിട്ട് തന്നെ പുതുക്കി പുതുക്കി പൊക്കോണ്ടിരിക്കുന്ന ആ, സ്ഥലങ്ങളാണ്. ആ. ഏലമാണ് മെയിനായിട്ട് അതിനകത്ത് കൃഷി കാണിച്ചേക്കുന്നത്. ഉം. അത് കാലാവസ്ഥ ഈ ഏലത്തിന് അനുകൂലമായതുകൊണ്ട് പരമ്പരാഗതമായിട്ട് ഏലം തന്നെ കൃഷി ചെയ്തു പോരുന്നത്. ആ, ആ. ഇതിനന്നേരം ചെറിയ പൈസ എല്ലാം കൊടുത്താൽ മതിയായിരിക്കും അല്ലേ? അത് ഈ നമ്മൾ സാധാരണ ലാൻഡിന് കരമടക്കിയല്ലേ ഉം. എന്ന് പറഞ്ഞ പോലെ കുത്തകപ്പാട്ടത്തിനും കരമുണ്ട്. ആ, ആ രീതിയിൽ എല്ലാ വർഷവും കരം പുതുക്കി പുതുക്കി പോവുക ചെയ്യുന്നത്. ആ, ആ, ആ. അതുപോലെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമെല്ലാം എന്തെങ്കിലും ഒക്കെ കാര്യത്തിന് കൊടുക്കുമായിരുന്നെങ്കിൽ. അതെ, അല്ല അങ്ങനെ ഒത്തിരി എസ്റ്റേറ്റുകളുടെ കയ്യിലൊക്കെ ഈ കുത്തകപ്പാട്ട സ്ഥലങ്ങൾ ഒത്തിരി ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാം അങ്ങനെ. ഇതുവഴിയാണോ മൂന്നാർ പോകുന്നേ? ഇത് മെയിൻ മൂന്നാർ ഹൈവേ ആണ്. മൂന്നാർ കുമളി ഹൈവേ ആണ് ഇത്. നമ്മൾ അന്നേരം ഈ രാജകുമാരി ചെല്ലുന്ന അവിടെ അതുവഴിയാണോ പോകുന്നത്? അല്ല, രാജകുമാരി നമ്മൾ ഈ ഹൈവേ തിരിഞ്ഞു കയറി പോവുകയും ചെയ്യും. വേറെ വഴിക്കാം. രാജകുമാരി ഇതിപ്പം നെടുങ്കണ്ടം കഴിഞ്ഞ് നമ്മൾ പാറത്തോടെന്ന് പറഞ്ഞ സ്ഥലമായി കേട്ടോ. ഇവിടെയൊക്കെ കൂടുതൽ ഒത്തിരി തമിഴ് വംശര് ഒത്തിരി ഉള്ള സ്ഥലമായി ഇവിടെ. മുണ്ടക്കയത്തിനപ്പുറേ പാറത്തോടുണ്ടല്ലോ. ഉണ്ട്. പാറത്തോടൊക്കെ ഒത്തിരി സ്ഥലത്തുണ്ട്. 28 പാറത്തോട്. അതാണ് മുണ്ടക്കയത്തിനപ്പുറത്തുള്ള പാറത്തോട്. ഇതാണ് പാറത്തോട്. കട്ടപ്പനയില് പാറക്കടയല്ലേ? കട്ടപ്പനയില് പാറക്കടവ്. ഇത് കണ്ടോ, ഇതാണ് പാറത്തോട് പാലം. ഇത് നേരത്തെ ചെറിയ പാലമായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇത് വലുതാക്കി പണിതാ. ഫുള്ള് ബ്ലോക്കാ. ബസ്സിലൊക്കെ എന്തേരം ആളാ കയറാൻ. ശനിയാഴ്ച ഉണ്ടല്ല ഈ ഭായിമാരാ ഒത്തിരി സാധനം എല്ലാം വാങ്ങിച്ചിട്ടേ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്ന. ഇത് കല്ലാറുകുട്ടി കമ്പിളി കണ്ടമൊക്കെ പോകുന്ന ബസ്സാണ്. ഈ എസ്റ്റേറ്റുകളിലെല്ലാം ഇപ്പം ഫുള്ള് ഈ ബംഗാളി എല്ലാം ഹിന്ദിക്കാരാ കൂടുതലും പണിയുന്നത്. തോന്നുന്നത്. ഹിന്ദിക്കാരെ കിട്ടാനില്ല. അവര് നമ്മുടെ ഒക്കെ അവിടെ സ്ഥിരമായിട്ട് പണിതുകൊണ്ടിരുന്നവരൊന്നും ഇപ്പൊ ഇല്ല. എല്ലാരും പോയി. അവരൊന്നും ഇനി വിളിച്ചിട്ട് ഇപ്പം ഉടനെ വരാന്ന് പറയുന്നല്ല ആരും ഇങ്ങ് എത്തുന്നില്ല. അവർക്ക് ആവശ്യത്തിനുള്ളതായി. അതെ, ഇവിടുത്തെ ഒരു അമ്പലം കേട്ടോ. അതിന്റെ ഗോപുരം ഒക്കെ പണിതുകൊണ്ടിരിക്കുക. അത് പണിയുന്നു. ഗോപുരം പണിതുകൊണ്ടിരിക്കുന്നു. ഇതാണ് പാറത്തോട് അമ്പലം. ശ്രീ ശിവപാർവതി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പള്ളിയൊക്കെയാണ് അത് കേട്ടോ. നല്ല രസം കാണാൻ. ഈ വഴി നല്ല ഭംഗിയാ കാണാൻ. 54 കിലോമീറ്റർ ഉള്ളു മൂന്നാറിന് വിട്ടാലോ? 54 കിലോമീറ്റർ ഉള്ളു മൂന്നാറിന് അല്ലേ? അവിടെ ബോർഡ് ഇരിക്കുന്നുണ്ട്. അത് ശരിയാ. നമ്മള് ബോർഡ് കണ്ടോണ്ടിരിക്കുവോളെന്നാ തോന്നുന്നു. എന്നും കൊണ്ടുപോകാന്ന് പറയും. ഒരു ദിവസം നമ്മൾ പോവും. ഇതുവരെ മൂന്നാറ് കാണിച്ചില്ല. ഒരു ദിവസം പോരാ, 2-3 ദിവസം വേണം. അത് കൊള്ളാലോ. അവിടെ പോയി 2 ദിവസം തങ്ങാനുള്ള പരിപാടിയാണ്. അത് വേണം. അല്ലാതെ ചെന്നിട്ട് ഇതാ മൂന്നാർ എന്ന് പറഞ്ഞ് തിരിച്ചു പോരാനല്ലേ? ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ടാവും. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. വീട്ടിൽ ഇരുന്നാ ഞങ്ങക്ക് കാശും തന്നു വിട്ടാ മതി. ഞങ്ങള് പൊക്കോ. നമ്മുടെ ഇതിലൂടെ ബസ് ഉണ്ട് മൂന്നാറിന്. പറഞ്ഞേ അവിടെ നിന്ന് ഒരു ബസ്സിന് കയറി മൂന്നാറിൽ ചെറങ്ങി റൂമും എടുത്ത് 2-3 ദിവസം അതിലെ കൂടെ നടന്ന് കറങ്ങി പയ്യെ പോന്നാ മതി. അത് ശരിയാ കേട്ടോ. നല്ല ഐഡിയ ആണല്ലോ. അമ്മച്ചിക്ക് ഇത്ര ഐഡിയ ഉണ്ടായിരുന്നല്ലേ? ഇവിടുത്തെ ഏലം ഗവേഷണ സ്ഥാപനമാണ് കേട്ടോ ഇത്. ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സ്ഥലങ്ങളാണ്. അതെ, എഴുതി വെച്ചേക്കുന്നതാണോ? മയിലാടുംപാറ. ഇതാണ് മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലം. ഈ മയിലാടുംപാറയാണ്. ബസ്സാ കയറിയപ്പോ ഇന്നലെ കട്ടപ്പനയിൽ കയറിയപ്പോ മയിലാടുംപാറ വഴിയാ പോന്നെന്ന് പറഞ്ഞു. അത് അവിടെ ഒരു മയിലാടുംപാറയുണ്ട്. നമ്മള് കുമളിന്ന് വരുന്ന വഴിക്ക്. ഒരു പേരിൽ എത്ര സ്ഥലമാണ്.
ആ ഒരു പേര് കുറേ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും ഒരേ പേര്, പാറത്തോട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ തന്നെ 2-3 ഇല്ലേ. കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴിയുണ്ട്, കഞ്ഞിക്കുഴി കോട്ടയം കഞ്ഞിക്കുഴിയുണ്ട്, ഇടുക്കി കഞ്ഞിക്കുഴിയുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും കഞ്ഞിക്കുഴി ഉണ്ടോ എന്ന് അതെ. അറിയത്തില്ല. കട്ടപ്പനയൊക്കെ ഒരെണ്ണേ ഉള്ളൂ. കട്ടപ്പന ഒരേ ഒരെണ്ണേ ഉള്ളൂ. കേട്ടിട്ടുള്ളല്ലേ? കട്ടപ്പനയ്ക്ക് പകരം വെക്കാൻ ഒരെണ്ണേ ഉള്ളൂ, കട്ടപ്പന മാത്രം. കട്ടപ്പന, മുണ്ടക്കയം, അങ്ങനെയുള്ള കുറെ സ്ഥലപ്പേരുകളുണ്ട്. ഇപ്പൊ ഇതിലെ പോയാൽ ഈ ബോഗൺവില്ല പൂത്ത് നിക്കുന്നേ എന്നാ ഭംഗിയല്ലേ. ബോഗൺവില്ലയുടെ സമയമായി. സമയമാണ്. കരിക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ ഈ ചൂട് സീസൺ ആയതുകൊണ്ടേ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വരുന്നവർക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഉള്ള ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഈ റോഡെല്ലാം ഫുള്ള് തിരക്കായിരിക്കും അല്ലെ, വെക്കേഷൻ ആകുമ്പോ. അതെ അതെ, വെക്കേഷൻ ആകുമ്പോഴത്തേക്കിനും ഇഷ്ടം പോലെ ആളാവും. മൂന്നാറിലൊക്കെ ഭയങ്കര തിരക്കാവും. അതിന് മുമ്പ് പോണം. അതെ, മൂന്നാറിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാറില് ഒരു ബ്ലോക്ക് ആകും ഭയങ്കരമായിട്ട്. അവിടെ റോഡുകളൊന്നും അധികം വലിയ വികസനമൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടേ ഈ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും എല്ലാം കൂടെ ചെന്നിട്ട് നമ്മൾ രാവിലെ മൂന്നാറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലോക്കിനകത്ത് പെട്ട ഒരു സമയമാവും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ. അങ്ങനെയല്ല, അത് വെക്കേഷൻ സമയം നോക്കാതെ അല്ലാതെ ഇട സമയത്ത് പോണം. ആരും ഇല്ലാത്തപ്പോ അങ്ങനെയാണ് കറക്റ്റാ. അങ്ങനെ പോയി 2 ദിവസം താമസിച്ച്. ആരും ഇല്ലാത്തപ്പോ ആരെ കാണാനാ? ആളെ കാണാനല്ല പോകുന്നത്, ആൾക്കാരെ കാണാനല്ലല്ലോ മൂന്നാറ് കാണാൻ. പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോരാ. നമ്മൾ നെടുങ്കണ്ടം എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്ന് പാറത്തോടൊക്കെ കഴിഞ്ഞ് ഇതേതാ സ്ഥലം എന്നറിയാവോ? ഇതാണ് ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലം. അതെങ്ങനെയാ ഇഷ്ടം പോലെ ഉടുമ്പുണ്ടായിരുന്ന ചോല ആയിരിക്കും. നേരത്തെ നമ്മുടെ താലൂക്ക് ഓഫീസ് ഒക്കെ ഇവിടെയായിരുന്നു. നമ്മളെ വന്ന വഴി ഒന്നും മാറിപ്പോയി കേട്ടോ. ഇവിടുന്ന് ഉടുമ്പൻചോലയിൽ നിന്ന് തിരിഞ്ഞു പോകണമായിരുന്നു, നമ്മൾ നേരെ പോയി ചെമ്മണ്ണാർ റൂട്ടിലാണ് പോയിട്ട് വേണം രാജകുമാരി പോകാനായിട്ട്. കണ്ടോ, അതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ടോ, ചെമ്മണ്ണാറ്, രാജകുമാരി, രാജാക്കാട് ഒക്കെ ബോർഡ് കണ്ടോ. ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ കട്ടപ്പന സ്റ്റാൻഡിൽ വരുമ്പോ ബസ്സിലുള്ള ബോർഡുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെമ്മണ്ണാറ് നമ്മള് രാജകുമാരി, രാജാക്കാട്, രാജകുമാരി കണ്ട് പോയിട്ടുണ്ട്. എവിടെ? ഞാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. നീ എന്നത്തിനാ രാജകുമാരി രാജാക്കാട് പോയെ? എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ പോയിട്ടുണ്ട്. ആണോ? നിങ്ങൾ രണ്ടുപേരുടെ ഞങ്ങൾ അറിയാതെ എന്ന് പോയി? ഒന്നും അറിയത്തില്ല. നല്ലൊരു അമ്പലമൊക്കെ ഉണ്ടോ. ഇത് കൂടുതലും തമിഴ് സ്റ്റൈലാ കേട്ടോ. ഇവിടെ ഈ എസ്റ്റേറ്റുകളിൽ ജോലിയെല്ലാം നേരത്തെ പോലെ തമിഴ്ക്കാരാണല്ലോ കൂടുതലും ചെയ്തോണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു മേഘമല പോലത്തെ. ഈ ചെമ്മണ്ണാർ റൂട്ട് താഴെ വരെ ഉണ്ടല്ലോ, കുറെ ഇറക്കമെല്ലാം ഉണ്ട്, നല്ല ഇറക്കവും വളവുകളും ഈ വഴി. നമ്മള് പുളിയമ്മലേന്ന് വരുമ്പോ അല്ല, പുളിയമ്മലേന്ന് മറ്റേ ഇങ്ങോട്ട് പോരുവല്ലേ, തൂക്കുവാലം പോരുന്നപ്പോ ഇതേപോലെ സെയിം അല്ലേ ഈ വളവ് ഇറങ്ങി വന്നപ്പോ എല്ലാം വലിയ വളവൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിനെക്കാട്ടിലും വലിയൊരു വളവാണ്. അതെ അതെ, ഇങ്ങനെ വന്നിട്ട് നേരെ 90 ഡിഗ്രി ഇങ്ങനെ തിരിയുന്ന പോലെ. ഈ വഴി കുറച്ച് ഭയങ്കര ഡേഞ്ചർ വഴിയാ. കാരണം പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോഴേ വെളിയിൽ നിന്ന് എത്ര വളം ഉണ്ടെന്നൊന്നും പ്രതീക്ഷിക്കുകയില്ല. അങ്ങനെയാ വണ്ടി ഇറങ്ങി വരുന്നത്. പരിചയമുള്ളവര് പോവും, പക്ഷെ പെട്ടെന്ന് വന്നിട്ട് തിരിയുമ്പോഴേ അങ്ങനെയുള്ള കുറെ വളവുകളുണ്ട് ഈ വഴിക്ക്. പതുക്കെ പോയാ മതി. അതുകൊണ്ട് ഈ താഴെ ചെല്ലുമ്പോൾ ഒരു സ്ഥലമുണ്ട്, എന്നാ എന്റെ പേര് ഞാൻ പറഞ്ഞത്, സിദ്ധനാടിയോ സിദ്ധവാടിയോ അങ്ങനെ എങ്ങാണ്ട് ഒരു സ്ഥലമുണ്ട്. 1 കിലോമീറ്റർ മരങ്ങളെല്ലാം ഈ നല്ലൊരു വളമല്ലേ. പ്രതീക്ഷിക്കത്തേ ഇല്ലല്ലേ. അടുത്ത് വന്ന് രാത്രിയിലൊക്കെ വരുമ്പോ അടുത്ത് വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ ഇത് ഇത്രയും വലിയ ആൾക്കാർ പോകുന്ന വഴിയാണെങ്കിലും വീതി കുറവല്ലേ. ഇപ്പൊ ഇത് ഇപ്പഴാ ഇത്രയൊക്കെ വീതിയൊക്കെ ആക്കി റെഡി ആക്കിയത്. മൂന്നാർ ഹൈവേ ഒക്കെയാന്ന് പറഞ്ഞാലേ ഉള്ള വഴി നല്ലപോലെ പണിതിട്ടേക്കുന്നതാ. നമ്മുടെ അതിലൂടെ ഇറക്കം ഇറങ്ങി അടുത്ത കയറ്റം. നമ്മൾ ഇറക്കമെല്ലാം ഇറങ്ങി നമ്മൾ ചെമ്മണ്ണാർ വന്നു കേട്ടോ. ഇതാണ് ചെമ്മണ്ണാർ. കാണട്ടെ, ഒത്തിരി നാളായി ഇത് കേൾക്കാൻ തുടങ്ങി. ചെമ്മണ്ണാർ അല്ലേ? ഇതാണ് ചെമ്മണ്ണാർ കേട്ടോ. നേരെ പോയാൽ കുത്തുങ്കല്, രാജാക്കാട് ഒക്കെ പോവാം. നമ്മളെ ചെമ്മണ്ണാർ വന്നിട്ടേ ചെമ്മണ്ണാറിൽ നിന്ന് നമുക്ക് വഴി തെറ്റി കേട്ടോ. നമ്മൾ രാജാക്കാട് റൂട്ടിലോട്ട് കയറിപ്പോയി. നമുക്ക് അവിടുന്ന് കവലയിൽ നിന്ന് നമുക്ക് റൈറ്റ് ആയിരുന്നു പോകേണ്ടത്. നമ്മൾ ലെഫ്റ്റ് നേരെ വന്ന് രാജാക്കാട് റൂട്ടിൽ പോയി.
ഇപ്പൊ തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. ഇവിടെ പള്ളി പെരുന്നാളാണ് കേട്ടോ. ചെമ്മണ്ണാറ് പള്ളിയിലെ പെരുന്നാളാ കേട്ടോ. ആ അതെ അതെ. ലൈറ്റ് ഒക്കെ ഇട്ട് കടയെല്ലാം അലങ്കരിച്ച്. നമുക്ക് പോകേണ്ടത് നമ്മള് ലെഫ്റ്റ് ആണ്. പോയിട്ട് തിരിച്ചു കയറി വരുമ്പോ നമുക്ക് വേണേ ഇത് കണ്ടിട്ട് പോവാം, പ്രദക്ഷിണം കണ്ടിട്ട് പോവാം. വരുമ്പോഴോ തിരിച്ചു കയറി വരുമ്പോ വൈകുന്നേരം നല്ല തിരക്കായിരിക്കും കേട്ടോ. ചെമ്മണ്ണാറിന്ന് 10 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ രാജകുമാരി ചെല്ലാനായിട്ട്. ഗോളീസ് കണ്ടപ്പോ ഗോളീസിന്റെ ഒരു ഓർമ്മ വന്നല്ലേ. വന്നൊന്നും പറയണ്ട. പോപ്പി ഇന്ന് പോയായിരുന്നു കേട്ടോ. പോപ്പി ഇന്ന് ഫോട്ടോ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് ചങ്ക് ആണോ? പൊടിയും പിടിച്ച് തുരുമ്പും കേറി. അതിന്റെ സാധനം എല്ലാം ഓർഡർ ചെയ്തേക്കുന്നു. അതെല്ലാം തുരുമ്പ് പിടിച്ചതാ. നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് അകത്ത് കയറ്റിയിടണം. എന്നിട്ട് നമുക്ക് എല്ലാം അഴിച്ച് പണിയാനുള്ള സംവിധാനമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റാക്കി എടുക്കാം. കാട്ടിക്കൂടെ പോകുന്ന പോലെ അല്ലേ, ഇരുട്ടായി. നല്ല സുഖമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ. ഇതാണ് ഏലമലക്കാട്. ഏലമലക്കാട് ഇവിടെ എല്ലാം ഇങ്ങനല്ലേ. കുഞ്ഞു ഉറക്കം തെളിഞ്ഞോ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഉറങ്ങിയിട്ട്? ഉറങ്ങിയതിന്റെ വീഡിയോ ഇച്ചിരി കഴിയുമ്പോ ഞങ്ങള് കാണിക്കാം നീ ഉറങ്ങിയോ ഇല്ലയോന്ന്. കണ്ടോ ഈ സ്ഥലം കണ്ടോ? ഇത് വട്ടപ്പാറ പോകുന്ന വഴിയാ. ഈ വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് പോകണം. രാജകുമാരി, മാങ്ങാത്തൊട്ടി, അങ്ങനെയുള്ള 2-3 സ്ഥലമൊക്കെ ഉണ്ട്. കൊള്ളാലോ പേര്, മാങ്ങാത്തൊട്ടി. ഈ വട്ടപ്പാറ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? വട്ടപ്പാറ നെടുങ്കണ്ടത്തിന് അപ്പുറത്തൊരു വട്ടപ്പാറയുണ്ട്, ഇവിടെ ഒരു വട്ടപ്പാറയുണ്ട്. അത് കൂടാതെ തിരുവനന്തപുരത്തൊരു വട്ടപ്പാറയുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വട്ടപ്പാറകളുണ്ട്. നല്ല സെറ്റ് റോഡും അൺഎക്സ്പെക്റ്റഡ് വളവുക. കേറ്റമൊക്കെ വരുന്ന ഒറ്റ തിരിക്കൊക്കെ വരുന്നു. അതൊക്കെ അതെ, വലിയ വളവും അല്ലേ. നല്ല റോഡെന്ന് വെച്ചാൽ നല്ല റോഡ്. ഇപ്പൊ കണ്ടോ ഇവിടെയൊക്കെ അതുപോലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴികളൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പം കണ്ടോ, ഇപ്പൊ എല്ലാം നല്ല വഴികളായില്ലേ. പക്ഷെ എവിടെയെങ്ങും അധികം ആൾക്കാർ താമസമില്ല താനും. അതല്ല എസ്റ്റേറ്റുകളല്ലേ, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആളുള്ളൂ. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലമാണ്. ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് സ്വർഗമേടെന്ന് പറയും. അത് അടുത്ത സ്ഥല പേര് കണ്ടോ? ഈ സ്ഥലത്തിന്റെ പേരെന്നാന്നറിയാവോ? ഇതാണ് ഒട്ടാത്തി. ഒട്ടാത്തി എന്നാണ് ഈ സ്ഥല പേര്. മാത്രമല്ല അല്ല, ഈ ജംഗ്ഷന്റെ പേര് ഒട്ടാത്തി ജംഗ്ഷൻ എന്നാ. ഇവിടുന്ന് വലത്തോട്ട് പോകുന്ന വഴിയാണ് സ്വർഗമേട് പോകുന്നത്. അമ്മയ്ക്ക് അത്ഭുതമൊക്കെ പോലെ. ഇങ്ങോട്ട് വന്നപ്പോ ഓരോരോ സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോ പിന്നെ അത്ഭുതമല്ലേ. ഒരു മാവ് നിൽക്കുന്നുണ്ടോ? നല്ല രസമല്ലേ. ഇവിടെ വെളിയിൽ നല്ല തണുപ്പാന്ന് തോന്നുന്നു. എല്ലാരും പുതച്ച മുടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതെ, മുക്കുടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ മുക്കുഴിയുണ്ട്. അതെ, നമുക്ക് മുക്കുഴിയുണ്ട്. ഇവിടെ മുക്കുടിയിൽ. നേരെ പോയാൽ നമുക്ക് രാജാക്കാട് പോവാം. നമുക്ക് ഇവിടുന്ന് റൈറ്റാ പോകണ്ടേ, രാജകുമാരി. ഇവിടെ ഫുള്ള് രാജാക്കന്മാരായിരുന്നു തോന്നുന്നു കേട്ടോ. അതെ കണ്ടോ, രാജകുമാരി മാങ്ങാത്തൊട്ടി റോഡാണ്. രാജകുമാരി പുതിയ റോഡ് പണിയുവാൻ തോന്നുന്നല്ലോ. ഇപ്പൊ ഇവിടെ ടാറിങ് കഴിഞ്ഞ. അങ്ങനെ നമ്മൾ രാജകുമാരി സിറ്റി വന്ന് കയറി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മളെ ഡ്രയർ ഇരിക്കുന്ന സ്ഥലം ഒന്ന് തപ്പിയെടുക്കണം. ഈ ഭാഗത്ത് എവിടെയോ ആണെന്നാ പറഞ്ഞത്. ചോദിച്ചു പോവാം. ഇതാ കേട്ടോ രാജകുമാരി പള്ളി കണ്ടോ. ഇവിടെ വന്നപ്പോൾ 2-3 പള്ളികളുണ്ട്. അതിനകത്ത് ദൈവമാതാ മരിയൻ തീർത്ഥാടന ദൈവാലയം രാജകുമാരി വലിയ പള്ളിയാണല്ലോ. വലിയ പള്ളിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് പുതിയ പള്ളി, അത് പഴയ പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനടുത്ത് എവിടെയോ ആണെന്നാ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മുടെ 600 അല്ലേ? 600 കിലോ അല്ലേ? 600 കിലോ. ഇതിനകത്ത് 750 കിലോ. ഇപ്പൊ നമ്മള് ഫുൾ ഇടുവാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും? 20 മണിക്കൂർ. 20 മണിക്കൂർ. 20 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കമ്പനി 20 മണിക്കൂറാണ് പറയുന്നത്. നമുക്കൊരു 18 മണിക്കൂർ 19 മണിക്കൂർ ഈസി ആയിട്ട് ഉണങ്ങാം. 750 കിലോ വെച്ചാൽ ഇതിനകത്ത് 600 കിലോ 18 മണിക്കൂറിൽ തന്നെ ഉണങ്ങാം. കമ്പനി 20 പറയുന്നത്. 18 മണിക്കൂർ തന്നെ 18 മണിക്കൂർ ഉറപ്പായിട്ട്. ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ? ഫുൾ ഓട്ടോമാറ്റിക്. നമ്മൾ ഒരു കേസും അറിയണ്ട, ഒന്നും അറിയണ്ട.
കാ വാരിയിടുന്നു രാവിലെ. ആ കഴുകി കയറ്റി ഇടുന്നു. അതിന്റെ സമയം അനുസരിച്ച് വാരി തേച്ചാൽ മതി. തന്നെത്താനെ ഓഫായിക്കോളും. അപ്പം വിറകിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതെ കുറെ ആള് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യം നമ്മള് ഇതിന്റെ ഓണർ ഉണ്ടല്ലോ ബിജോ ചേട്ടൻ, പുള്ളിയോട് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഞാൻ ഇന്നപോലെ രാജകുമാരിയില് ജോസിയേട്ടൻ കൊടുത്തിട്ടുണ്ട്, ജോസിയേട്ടൻ്റെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചാൽ മതി, പുള്ളി ഡീറ്റെയിൽ എല്ലാം പറയുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ എന്നാ ഇന്നിങ്ങ് വന്നിട്ട് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. നമുക്ക് സ്ഥിരമായിട്ട് കായ ഉണ്ടല്ലോ അല്ലേ? സ്ഥിരമായിട്ടുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. നമ്മൾ നിർത്താണ്ടോ എല്ലാ ദിവസവും ഓടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും കാ വന്നോണ്ടിരിക്കുന്നത്. അതെ, പുള്ളി എന്നോട് പറഞ്ഞു അവിടെയാണ് എല്ലാ ദിവസവും കാ കാണും എന്ന് പറഞ്ഞു. ഇന്നിപ്പം വേറെ വെറൈറ്റി സ്റ്റോറും ഇട്ടിട്ടുണ്ടല്ലേ? 6 കിലോയ്ക്കൊക്കെ അപ്പൊ വല്ല 1 കിലോ കിട്ടുന്നത്. 6 കിട്ടുന്നുള്ളൂ. ചിലപ്പോ 6 മേളിൽ പോകും അല്ലേ? ഇപ്പോഴത്തെ കായ്ക്ക് വേനക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ തൂക്കം കിട്ടുമെന്ന് തോന്നുന്നല്ലേ? സെക്കൻഡ് റൗണ്ട് പഴുത്ത കായല്ലേ വരുന്നത്? 4:30 അടിയിന്നാണ് തീ ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്കിനി കാ ഉണങ്ങി താഴോട്ട് ഇരിക്കും. ഇത് പച്ചയല്ലേ കിടക്കുന്നത്, ഇനി ഉണങ്ങി ഇരുന്ന് വരും. ഇലക്ട്രിക്കല്ല വിറക്. ഇതിന്റെ അടുപ്പ് കംപ്ലൈന്റ് ആയി അവർ പറഞ്ഞോണ്ടിരിക്കുക. ഇതിലാണോ എല്ലാം സെറ്റ് ഇതിന്റെ കൺട്രോൾ പാനല് മെയിൻ സെറ്റ് ഇതിനകത്ത് ഒരു കമ്പനി സെറ്റ് ചെയ്ത് തരും. നമ്മള് കാ കുറവ് ഉണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ഇച്ചിരി ആ ഉണങ്ങുന്നതിന്റെ അനുസരിച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നേരത്തെ ആവും. അതിന് മാത്രം സെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും സെറ്റ് ചെയ്യണ്ട. കറക്റ്റ് 19 മണിക്കൂറാണ് ഇപ്പൊ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 19 മണിക്കൂർ. ഓരോ മണിക്കൂറിൽ ഈ 1, 2, 3, 4, 7 സർക്കിൾ ഉണ്ട്. 7 സർക്കിൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറി വന്നു. കറണ്ട് പോയാൽ ഏത് സർക്കിളായി നിൽക്കുന്നോ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. ഒരു 2 മണിക്കൂർ കറണ്ട് പോയാലും നമ്മൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഒരു കുഴപ്പമില്ല. അപ്പൊ നല്ല അഡ്വാൻസ് സാധനമാണ്, ഭയങ്കര അഡ്വാൻസ്. ഒന്നും പഠിക്കില്ല. വിറകിന്റെ സ്റ്റോറിലല്ലേ? ഇതിന്റെ പൈപ്പ് കംപ്ലൈന്റ് ആയിട്ട് പണിതോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മൊത്തം ഇവിടെ 3-4 ഉണ്ടല്ലേ? എനിക്ക് മൊത്തം 4500 കിലോ. 4500 കിലോ ഒരു ദിവസം ഉണങ്ങാം. ഉപ്പാറ ഞങ്ങൾക്ക് 7000 കിലോ ഉണങ്ങാൻ പറ്റിയ ടയറുണ്ട്. വേറെ ഉണ്ട്. വിജയചേട്ടന് തന്നെയാണ് എല്ലാ ഗ്രീൻ കാർഡിന് മാത്രം വെച്ചേക്കുന്നത്. അതാ പുള്ളി അത്ര വിശ്വസമായിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. ഇത് വിറകിന്റെ 2000 കിലോ ഉണങ്ങാൻ. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് 2000 കിലോ. സ്റ്റോറിൽ 2000 കിലോ ഉണങ്ങാം. ഒരു 20 മണിക്കൂർ 24 മണിക്കൂർ ആവും. 24 മണിക്കൂർ കൊണ്ട് 18 മണിക്കൂറാവില്ല, ഒരു 24 മണിക്കൂർ ആവും. എന്നാലും 2000 കിലോ ഉണങ്ങാം. ഈ സീസൺ സമയത്ത് ഇത്രയും കായ ഉണങ്ങി തീരുമല്ലോ. അത് ശരിയാ. ഇപ്പൊ പിന്നെ നമുക്ക് വിറകിനെ അപേക്ഷിച്ച് ഇലക്ട്രിക് ആണ് വേറെ പണിയൊന്നുമില്ല. ഇലക്ട്രിക് ആകുമ്പോ ഭയങ്കര ലാഭമാണ്. വിറകിന് നമുക്ക് 7 രൂപ മുടക്ക് വരുന്നുണ്ട് കറക്റ്റ് നോക്കിയിട്ട്. അതിനൊരു 4 രൂപ എന്നാ 4 രൂപയെ ആകത്തുള്ളൂ. അതുപോലെ തന്നെ വിറകിന്റെ പുറകെ നമ്മൾ നടക്കണ്ട, പണിക്കൂലി, പിന്നെ വിറകിന്റെ പൈസ, അങ്ങനെയുള്ള ചാരം മാരിക, വേറെ ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അപ്പൊ ഏതായാലും വന്നത് നന്നായി. ആദ്യത്തെ മുടക്ക് ഇപ്പൊ നമ്മൾ കണക്കൂട്ടി നോക്കിയിട്ട് നമ്മള് 2 ടയറും വെച്ച ട്രാൻസ്ഫോമർ സാധനങ്ങളെല്ലാം വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കണക്കിൽ ഒരു 80 ലക്ഷം രൂപ ആവുന്നു, ഏറ്റവും കുറഞ്ഞത്. ഏതായാലും ഇറങ്ങി ഇനിയിപ്പോ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വന്ന വഴിക്കേ രാജകുമാരി പള്ളിയിലൊന്ന് കയറിയിട്ട് പോകാന്ന് വെച്ചേ. വലിയ പള്ളി കേട്ടോ, റോഡ് സൈഡിൽ തന്നെയായിട്ട് വലിയ താമര കണ്ടോ. ബാ, അമ്മയും അച്ചമ്മച്ചിയും കൂടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പം പള്ളിയിലൊക്കെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. രാജകുമാരി പള്ളിയിലൊക്കെ കയറി. ഇവിടെ നല്ല രസമല്ലേ, കണ്ടോ? അത് പഴയ പള്ളിയും ഒക്കെയാണ് അതിൻ്റെ പുറകെ അങ്ങോട്ട് കാണുന്നത്. കണ്ടോ എഴുതിയേക്കുന്നത് ദേവമാത ചർച്ച് സ്റ്റാൾ ആൻഡ് കൗണ്ടർ. അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് പണിതായിരിക്കും ഇപ്പുറത്തോട്ട് ഈ വലിയ പള്ളി പണിതേക്കുന്നത്. എങ്ങനെയുണ്ട് പള്ളിയും സ്ഥലമൊക്കെ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോടാ? കൊള്ളാം. നല്ല രസമല്ലേ ചുറ്റിനും നടക്കാനോ? നല്ല രസം ഇവിടെ ഇരിക്കാനേ. നല്ല കാറ്റും അല്ലേ? ഭയങ്കര സമാധാനം പോലും. നല്ല സമാധാനമല്ലേ? ആൾക്കാരൊക്കെ വൈകുന്നേരമൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് അല്ലേ? സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് ആകും. അതെ, നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു. നമുക്കൊന്ന് വേണമെങ്കിൽ അതിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് പോയിട്ട് വരാം. പള്ളിയുടെ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ? നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ രാജകുമാരി വന്ന് രാജകുമാരിയുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിനകത്ത് ഏറ്റവും മനോഹരമായൊരു പള്ളിയുണ്ട് കേട്ടോ. പള്ളിയുടെ ആ ഭാഗങ്ങളൊക്കെ നല്ല രസമാണ് കാണാനും.
അതിൻ്റെ പാരിഷ് ഹാളും അതുപോലെ തന്നെ പഴയ പള്ളിയും പിന്നെ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം കൂടെ ഒരു കോമ്പൗണ്ടിനകത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പള്ളി കണ്ടപ്പോൾ ഉണ്ടല്ലോ കയറാതെ പോകാൻ തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഈ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടല്ലോ പള്ളിയിലും അമ്പലത്തിലും അങ്ങനെയൊക്കെ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്, സമാധാനമല്ലേ. എന്തോ തിരക്കെല്ലാം കുറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ വരാം കേട്ടോ. അതെ നമ്മൾ ഏതായാലും വന്നത് നല്ലൊരു കാഴ്ചകളൊക്കെ ആയിരുന്നു. അതെ. നമ്മൾ പോയ കാര്യവും നടന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.